ശരിക്കും ആളഭയം ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇത് ഭൂമി പിളർന്നു പോയാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥ. റോഡൊക്കെ ഈ ലെവൽ വരുന്ന സാധനമാണ് കണ്ടോ. ഇതിപ്പം ഇത് ഇടിഞ്ഞു വീണതാണ് അങ്ങോട്ട്. പറയൂ അധികാരികളെ, അനുമതി പറയൂ അധികാരികളെ. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ഹായ് ഗൈസ്, ഇത് നമ്മുടെ ഇവിടെയായിട്ട് പണി കഴിപ്പിച്ച ഹൈവേ ആണ്. അതിന് ഇപ്പോഴത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂരിയാട് കുളപ്പുറം റോഡാണ്. ഇപ്പോൾ പുതിയതായിട്ട് ആ ബ്രിഡ്ജൊക്കെ വന്നിട്ടില്ലേ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബ്രിഡ്ജിൽ അവരത് മറ്റേ കെട്ടിപ്പൊക്കിയായിരുന്നല്ലോ, മറ്റേ കെട്ടൊക്കെ വെച്ചിട്ട് ആ കെട്ട് തിട്ട ഇടിഞ്ഞ് നേരെ റോഡിലോട്ട് വീഴുമായിരുന്നു. ആ ചെറിയ റോഡുണ്ടല്ലോ അതിലോട്ട് വീണിട്ട് മൊത്തത്തിൽ ഇടിഞ്ഞ്, അതായത് സത്യത്തിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഈ ഭൂമി വളർന്നു പോയാൽ ഇങ്ങനെ ഇരിക്കും. ഭൂമി കുലുക്കമൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ, ആ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് നല്ല ഇങ്ങനെ വെടിച്ച് കയറിയിട്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡിൻ്റെ മുക്കാൽ ഭാഗത്തോളം അത് ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര 6 വരി പാതയല്ലേ ഇത്? 6 വരി പാത എന്ന് പറയുമ്പോഴത്തേനും ഇടിഞ്ഞു വേണം. ഇത് മേൽഭാഗമാണ്. ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിങ്ങനെ വെടിച്ച് കയറി പോയതൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആ മണ്ണൊക്കെ സൈഡിലോട്ട് പറഞ്ഞാൽ ഇത് നല്ലോണം ഉറപ്പിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പം നിങ്ങൾ മുമ്പോട്ട് പോകുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ള്, അതായത് ഇവർ മണ്ണിട്ട് ഫില്ല് ചെയ്തേക്കുന്ന ഉള്ള് വെറും പൊള്ളയാണ്. ഉള്ളിലോട്ട് പോകും തോറും നല്ല പൊള്ളയാണ്. പോരാത്തതിന് തൊട്ടപ്പുറം പാടപ്രദേശം കൂടാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശവും അതൊക്കെ കാണുമല്ലോ, ആ പാടശേഖരമല്ല. അപ്പോൾ അവിടെയൊക്കെ നല്ലവണ്ണം മണ്ണിട്ട് നല്ലവണ്ണം ഫില്ല് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരും. ഇതിന് മുന്നേ ഈ റോഡൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റോഡിലൊക്കെ വിള്ളൽ വീണെന്ന് നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതാരും ഗൗനിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് ഉള്ളിലോട്ടൊക്കെ നല്ല പൊള്ളയുണ്ട്. നല്ല പൊള്ളയാണ്. മാത്രം താഴ്ച ഇടിഞ്ഞു വരുന്നത്. ഒരു ഉദാഹരണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേ സെയിം പാറ്റേൺ തന്നെ അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ തിട്ട ഇടിഞ്ഞിട്ട് കോൺക്രീറ്റ് ബീം ഉൾപ്പെടെ നേരെ റോഡിൽ ഈ കാണുന്ന റോഡുണ്ടോ, ഈ റോഡിലോട്ട് പതിച്ച് വീഴുമായിരുന്നു. ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് അപ്പുറത്തെ സൈഡ്. പക്ഷെ അപ്പുറത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇടിഞ്ഞ് കിടക്കുന്നുണ്ടേ നമുക്ക് ആ സൈഡ് പോയി കവർ ചെയ്യാൻ പറ്റില്ല. സെയിം ഇത് തന്നെ, ഇത്രയും പൊക്കത്തിൽ നേരെ താഴോട്ട് വന്ന് വീഴും. പിന്നെ റോഡിന് വിള്ളൽ വന്നിട്ടുണ്ട്. മേളിൽ കൂടെ പക്കിയൊക്കെ പറന്നു പോകും. പക്കയല്ല, ഡ്രോണല്ലേ, ഡ്രോൺ ഇങ്ങനെ ആൾക്കാരൊക്കെ അതൊന്ന് പറപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മേളിൽ നിന്നുള്ള വിഷ്വൽ കാണാൻ വേണ്ടി. ഇതൊക്കെ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടതില്ല ഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. സംഭവം അതല്ല, നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇത്ര ശരിക്കും പറഞ്ഞ ഒരു 3-4 നില കെട്ടിടം ഇതിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഇത് ഈ റോഡ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റോഡ് നമ്മുടെ റോഡിൽ നിന്ന് നിലത്തു നിന്ന് ഈ റോഡ് സമാന്തരം എന്ന് പറയുമ്പോൾ 4 നില പൊക്കം 3 നില പൊക്കമെങ്കിലും എന്തായാലും വരും. അത്രയും ഹൈറ്റിലാണ് ഇത് കണ്ടിട്ട് മേളിൽ നിന്നിട്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അതിനോട് അവിടെ നിൽക്കാൻ ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ പേടിച്ച് എടുത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇടിഞ്ഞു പോകുന്നുള്ളൊരു ഇത് അത്രയ്ക്കും ഇത് ഒരു ശോകമായിട്ടുള്ളൊരു കണ്ടെത്താൻ വീഡിയോ കണ്ടെത്താൻ മനസ്സിലാവില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോണം, അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാറ് അതൊരു അത്ഭുതം. ആ കാറുകാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഓനത് ആ മരണം മുന്നിൽ കണ്ടു കാണും, ആ ഒരവസ്ഥ. ഇത് കണ്ടില്ലേ, പിടിച്ച് കയറിട്ടത് മൊത്തത്തിൽ ഇങ്ങനെ ടാറിങ്ങും. ഇതിൽ കണ്ട ഇത് വലിയ കാണുമൊന്നുമില്ല ടാർ ചെയ്ത് കണ്ടോ, നല്ല പൊള്ളയാണ് ശരിക്കും മൊത്തം പൊള്ളയാണ്ടോ. എന്ത് ഗ്യാപ്പുണ്ടെന്ന് നോക്കിയാൽ ഇത് ഇടിഞ്ഞിട്ടേ നല്ല ഗ്യാപ്പുണ്ട്. ഇത് നേരെ ഇതാണ് ഞാൻ പറഞ്ഞ റോഡിലേക്ക് വീണ സമയം. ഇത് കണ്ടോ റോഡൊക്കെ ഇതൊക്കെ നേരെ ആ പാടത്തിൻ്റെ ആ ബീമുണ്ട്, ആ കോൺക്രീറ്റ് ആ ബീമിൻ്റെ തൊട്ടപ്പുറം പാടമാണ് കേട്ടോ. ആ പാടത്തിൽ ഇത് വന്ന് ഇടിച്ചിട്ട് ആ പാടത്തിന് കണ്ടോ അവിടെയൊക്കെ വരെ വിള്ളൽ വീണെന്നുള്ളതാണ്.
ശരിക്കും പറഞ്ഞാൽ എന്ത് നല്ല വെയിറ്റ്, ഞാൻ പറഞ്ഞില്ല 3 നില പൊക്കമെങ്കിൽ എന്തായാലും വരും. അത്രയും മേളിൽ നിന്ന് സാധനം വന്നിട്ട് നേരെ വന്ന് വീണല്ലേ. ഇത് കണ്ടില്ലയോ, ഇതിപ്പോൾ ആ മേളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ ഒപ്പത്തിന് ചെയ്താൽ മണ്ണിട്ട് ലെവലാക്കിയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട് ഇരുത്തിയതാണ് സംഭവം. കണ്ടോ ഇവിടുന്ന് വേണ്ട ആ റോഡ് ഇങ്ങനെ മറ്റേ നെടുക കീറി പോയേക്കുന്നുണ്ടോ. അതുകൊണ്ടൊരു കാറ് കിടക്കുന്നുണ്ട്. ആ കാറുകാരൻ്റെ അവസ്ഥ അത്രയും സമയം ശരിക്കും പറഞ്ഞാൽ മരണം മുന്നിൽ കണ്ടു വേണം ആ ഒരു അച്ചാതി. പക്ഷേ ആ വലിയ പരുക്കളില്ലെന്ന് പറയുന്നുണ്ട്. എന്തോന്ന് കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. ഇതുണ്ട് അപ്പുറത്തെ പാടത്ത് വരെ അതിനെ വ്യാപിച്ചെന്നുള്ളതാണ്, ഇത് ബാധിച്ചെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. മേളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര, ഞങ്ങളൊക്കെ പേടിച്ച് അവിടെ നിന്ന് വീഡിയോ എടുത്തത് തന്നെ. സത്യം പറയും, ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അത് നമുക്ക് ഈ വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ ഈ ലെവൽ വരുന്ന സാധനമാണ് കണ്ടോ. ഇതിപ്പം ഇത് ഇടിഞ്ഞ് വീണതാണ് അങ്ങോട്ട്, ഇത്രയും താഴ്ചയിലോട്ട് ഇടിഞ്ഞ് വീണത്. പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ. ജനകീയ ഐക്യം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. പ്രതിഷേധം അറ്റുകാരുടെ പ്രതിഷേധം, അറ്റുകാരുടെ പ്രതിഷേധം. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ, അശാസ്ത്രീയ നിർമ്മാണങ്ങൾ, ജീവനുകളൊന്നായി എടുക്കുന്നു, ജീവനുകളൊന്നായി പലിയുന്നു. കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ. ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. അട്ടുകാരുടെ പ്രതിഷേധം, ഇത് മറ്റേ വണ്ടിയല്ലേ കൈവക്കാറുണ്ട്. ഈ ലോറി അവിടെ ഉള്ളവരൊക്കെ ഇറങ്ങി വരടോ.
ചെറുക്കനെ എടുക്കണോ? ഞാനൊക്കെ കത്തി പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അധികൃതർ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വേങ്ങര പഞ്ചായത്ത് ഭരണസമിതി ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അശാസ്ത്രീയ നിർമ്മാണം മൂലം വേങ്ങര നഗരം കുറേ കാലമായി മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് 2-3 വർഷമായിട്ടുണ്ടാവും നമ്മൾ നിരന്തരം ഈ NRC-യുമായിട്ട് KNRC-യുമായിട്ട് നമുക്കറിയാം 3 വർഷക്കാലമായിട്ട് എല്ലാ വർഷവും നമുക്ക് വെള്ളപ്പൊക്കമാണ്. ഇത്രയും കാലങ്ങൾ ഇല്ലാത്ത എന്താ വെച്ചാൽ അതിൻ്റെ ഒറ്റ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ KNRC-യുടെ ഈ പദ്ധതിയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം ഇത്രയും ഈ തോടിലേക്ക് പുഴയിൽ എന്താ പറയുക വയലിലൂടെ പോകുന്നത് ഇത് വെറുതെ ഒരു മണ്ണിട്ട് ഈ ഇത് വെച്ചിട്ട് കട്ടടിച്ചത് അതൊരിക്കലും പ്രാവർത്തികമല്ല. ഇനി എനിക്ക് സർക്കാരിനോട് പറയാന്ന് വെച്ചാൽ നമുക്കിത് മൊത്തമായിട്ട് പൊളിച്ചിട്ട് പാലം മാതിരി അല്ലെങ്കിൽ പില്ലർ വെച്ച് ഫ്ലൈ ഓവർ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു വിപത്ത് ഇതിനെക്കാട്ടി വലിയൊരു വിപത്താണ് വരാൻ പോകുന്നത്. കുര്യാട് പാലം 45 വർഷം മുമ്പുള്ള ഒരു പാലം അതേപോലെ നിലനിർത്തിക്കൊണ്ട് അത് വെറുതെ ഒരു പാച്ച് വർക്ക് നടത്തിക്കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും എന്ന് വെച്ചാൽ ഇതിലും വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നത്. എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാണാം 45 വർഷം പഴക്കമുള്ള ഒരു പാലമാണ് അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട്. പക്ഷേ ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നേരെ അത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഇത് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു സർക്കാരിനോട് പറയാനുള്ള ഈ പദ്ധതി ഒഴിവാക്കിയിട്ട് ഒരു ഫ്ലൈ ഓവറായിട്ട് ഈ ഇത് മുന്നോട്ട് വരണമെന്നാണ്. ഈ സമീപത്തെ പഞ്ചായത്തിൽ സമാന സ്ഥിതിയാണ് എന്നുള്ളതാണ് അവിടെയുള്ള ഭരണസമിതി ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ? നിങ്ങൾ കൂരിയാട് പഞ്ചായത്ത് നമുക്ക് ഇതേ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് നിരന്തരം ഈ KNRC-യുടെ നിർമ്മാണത്തിന്റെ അപാകത നമ്മൾ നിരന്തരം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനം തലത്തിലേക്ക് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഒരു അശാസ്ത്രീയമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിൽ പോലും ഒരു പരിഹാരമോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് സംഭവിച്ചത് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ്. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ ആ സമയത്തൊക്കെ മുഴുവൻ 100ഓളം വാഹനങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ 2 ദിവസം മേലോട് വിട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് ആ സമയത്ത് ഉച്ചയ്ക്ക് ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിന് മുൻ ബോർഡ് പ്രസിഡന്റ് അടക്കം ഇന്ന് ആ പ്രശ്നത്തെ മര്യാദ ഇവിടെ. അപ്പോൾ നമുക്ക് പറയുന്നത് കടലുണ്ടുപുഴ നിരത്തി കടലുണ്ട് അവിടെ തള്ളുന്ന ആ ഭാഗം ആ വെള്ളം ശുപാർശയ്ക്കാണ് നമ്മൾ ഈ പാലം എന്ന് പറയുന്നത്. ആ പാലത്തിന് നടുക്ക് വെറുതെ ബ്ലോക്ക് വെച്ച് അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചു. അതും 4ഓ 5ഓ ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെയുള്ള ഒരു ബ്ലോക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചു ബ്ലോക്ക് തന്നെയാണ് ഇത് തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് ജനങ്ങൾക്കും എല്ലാവർക്കും ഫ്ലൈ ഓവറാണ് മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഇതേമാതിരി കെട്ടിക്കൊണ്ട് ഇവിടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ ഫ്ലൈ ഓവർ നിങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഫ്ലൈ ഓവർ നിർമ്മാണം തുടങ്ങിയ സമയത്ത് ജനപ്രതിനിധികളോടോ ഇവിടുത്തെ MLA-നോടോ MP-നോടോ ആരോടും ചോദിക്കാതെ ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ LSTD അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഓഫീസോട് ചോദിക്കാതെ അപ്പോൾ ഈ പാടത്ത് എന്തായാലും ഞാൻ ഇതിൽ ലൈവായിട്ട് കാണുന്ന ആളാണ്. അടിയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ്. ഞങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. എനിക്ക് ഓടി കഴിച്ചിലാവും. ഓടി ഇങ്ങനെ ആദ്യം ഇങ്ങനെ റോഡ് ഇടിഞ്ഞു വരുമ്പോൾ എൻ്റെ മുന്നിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. അവിടെ 3ാമത്തെ വണ്ടിൻ്റെ വണ്ടിയാണ്. ഞാൻ നിർത്തി മറ്റുള്ള രക്ഷപ്പെടുന്ന വണ്ടി നോക്കുമ്പോൾ റോഡ് ഇടിയും. കുത്തിയിരിപ്പ് സമരം അധികൃതർ ആരെങ്കിലും വരുന്നവരെ തുടരാണ്. ജില്ലാ കളക്ടറോ MLA കളക്ടറെ വീട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളപ്പൊക്കം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിന് കാരണമായി പറയുന്നത് അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യങ്ങൾക്കിടെയാണ് ഇത്തരമൊരു സംഭവം കൂടെ ഉണ്ടായത്. എന്തായാലും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം തുടരുകയാണ്. നാഷണൽ ഹൈവേ ഈ റീച്ചിൽ രാമനാട്ടുകര മുതൽ ചാവക്കാട് വരെയുള്ള ഈ റീച്ചിൽ KNRC-യാണ് കരാർ എടുത്തിട്ടുള്ളത്. ഈ കരാറിനകത്ത് മാത്രമാണ് ഇതുപോലുള്ള സിമെന്റ്
സിമെന്റ് ബ്ലോക്ക് കൊണ്ട് സൈഡ് ഭിത്തി കെട്ടിയിട്ടുള്ളത്. ബാക്കി നിങ്ങൾ തലപ്പാടി മുതൽ രാമനാട്ട് വരെ കോഴിക്കോട് വരെയുള്ള എല്ലായിടത്തും പ്രീകാസ്റ്റ് ചെയ്ത് വലിയ സ്ലാബുകൾ കൊണ്ടാണ് ആ നിർമ്മാണം പുരോഗമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചാവക്കാട് മുതൽ അങ്ങ് തെക്കോട്ടുള്ള ആ റീച്ചിനകത്തും അവിടെയും പൂർണ്ണമായി ഫ്ലൈ ഓവറുകളും അതുപോലെ പ്രീകാസ്റ്റ് ബ്ലോക്കുകളുമാണ്. ഇവിടെ ഇത് അശാസ്ത്രീയമാണ് എന്ന് നേരത്തെ മുതൽ നമ്മുടെ ഇരു പഞ്ചായത്തുകളും തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും അതുപോലെ MLA ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറ്റകരമായ അനാസ്ഥ എന്നോണം ആരാണ് ഇവർക്ക് ഇതിന് അംഗീകാരം കൊടുക്കുന്ന ടെക്നിക്കൽ എക്സ്പേർട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു 4-5 നിലയുടെ ബിൽഡിംഗ് നമ്മൾ സാധാരണഗതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ പൂർണ്ണമായി സോളിഡ് ആയിട്ടുള്ള പില്ലറിന്റെ പുറത്താണ് നിർമ്മാണം നടക്കാറുള്ളത്. ഇവിടെ തിരിച്ച് പൂർണ്ണമായി സിമെന്റ് ബ്ലോക്കുകൾ അടക്കി വെച്ചതുപോലെ അതിന്റെ അശാസ്ത്രീയത തന്നെയാണ് ഇന്നത്തെ ഈ നിർമ്മാണത്തിലുള്ള തകർച്ച. ഈ തകർച്ച വലിയൊരു അപകടത്തിന് മുമ്പുള്ള സൂചനയായിട്ട് നാട്ടുകാർ കാണുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം രീതിയിൽ വലിയ രൂപത്തിലുള്ള ഈ പ്രതിഷേധം ഇവിടെ കാണാനുള്ളത്. തീർച്ചയായും ആ പ്രതിഷേധങ്ങൾ ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് തീർച്ചയായും മേഖലയിലെ കുരിയാട്ടിലെയും അതുപോലെ തന്നെ മേഖലയിലൊക്കെ തന്നെ ആളുകൾ ഒരുപോലെ പറയുന്നത്. വീഡിയോ ചെയ്യാനുള്ള സ്പീക്കർ റിപ്പോർട്ടർ മലപ്പുറം. ഇവിടെ നാട്ടുകാരൊക്കെ ഭയങ്കര പ്രതിഷേധത്തിലാണ്. ഇവിടെ കളക്ടർ വന്നാലേ വണ്ടികളൊക്കെ വിടും എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ മേളിൽ നിന്ന് എടുത്ത വിഷയമില്ലേ, അതിൻ്റെ നേരെ ഞാൻ ഈ പാടത്ത് വന്നെടുത്തതാണ്. അതുകൊണ്ട് ഈ പാടത്തൊക്കെ ഇത്രയും മേളിൽ നിന്ന് അതിപ്പോൾ എന്ത് വെയിറ്റ് വന്ന് വീണിട്ടായിരിക്കും ഈ പാടത്തേക്ക് അത് ബാധിച്ചെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇത്രയും തേരാപ്പാര വണ്ടികൾ പോകുന്ന ഒരു റോഡാണ്. ഇവരെന്ത് സുരക്ഷയാണ് നമുക്ക് തരുന്നത്? ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക.